ഹലോ ഹായ്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് റെക്ടിഫിക്കേഷൻ എന്നുള്ളൊരു ചാപ്റ്ററാണ് 1.8. ഓക്കെ, ഇതിൽ മെയിനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ശരിക്കും ഇതിൽ തുടങ്ങിയാണ് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട്. നമ്മൾ BRS നോക്കിയായിരുന്നല്ലോ, അത് നന്നായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ ഈ ഡിപ്രീസിയേഷനിലൊക്കെ ചെയ്യാൻ നേരത്തേക്കും ഒരുവിധമുള്ള നല്ല പ്രോബ്ലംസ് ഒക്കെ അതിൽ കിടപ്പുണ്ട്. ഒരു പ്രോബ്ലം 2 പ്രോബ്ലം ഒക്കെ അത് നമുക്ക് സ്റ്റഡി പ്ലാനിൻ്റെ ടൈമിൽ ഞാൻ പറഞ്ഞായിരുന്നു. അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കേണ്ട പ്രോബ്ലംസ് ആണെന്ന്. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കണം. അത് നമുക്ക് ആദ്യം തന്നെ ഒരു ചാർട്ട് പോലെ ആ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്കത് എഴുതി നോട്ട് പോലെ എഴുതി വെച്ചിട്ട് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, ഓരോന്നിൻ്റെ അടിയിൽ എന്നത് പർച്ചേസ് ചെയ്തു, എന്നത് സെയിൽ ചെയ്തു, അത് ഒരു ബ്രാഞ്ച് പോലെ വരച്ച് വെച്ചിട്ട്, ബ്രാഞ്ച് പോലെ മീൻസ് മനസ്സിലായില്ലേ, ഒരു ചാർട്ട് പോലെ അല്ലേ. ഈ സമയത്ത് പർച്ചേസ് ചെയ്തു, അപ്പോൾ ഇതിൻ്റെ ഇത്ര ശതമാനം വിറ്റു, അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ അത് പെട്ടെന്ന് നമുക്ക് ഐഡിയ ആയിട്ട് കിട്ടുള്ളൂ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ വേണം അത് പഠിക്കാനായിട്ട്. പിന്നെന്താ, അതിൻ്റെ പ്രോബ്ലംസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാം. ഓക്കെ, നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്കിത് നോക്കാം. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. ടാഞ്ചിബിൾ അസറ്റ്സിനെ കൊടുക്കുന്നതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ. ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് നമ്മൾ അമോർട്ടൈസേഷൻ എന്നാണ് പറയുന്നത്. ഡിപ്ലഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എടുക്കുന്തോറും അത് സോഴ്സ് കുറഞ്ഞു വരുന്നു അല്ലെ. ഡിപ്ലഷൻ ഈസ് ദ വാല്യൂ ഓഫ് വേസ്റ്റിംഗ് അസറ്റ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ക്വാറി, മൈൻസ് എക്സെട്ര. അതിൽ നിന്ന് നമുക്ക് എടുക്കുന്നതോറും എന്താണ്, നമുക്ക് അതിന് ഇത് കുറയുവാണ്, സോഴ്സ് കുറഞ്ഞു വരുന്നതിനാണ് ഡിപ്ലഷൻ എന്ന് പറയുന്നത്. പിന്നെ കാൽക്കുലേറ്റ് മെത്തേഡ് ഏതൊക്കെയാണ്, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട മെത്തേഡ് എന്തൊക്കെയാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡിന്റെ വേറൊരു പേരാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. WDV അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, സം ഓഫ് ഇയേഴ്സ് ഓർ ഡിജിറ്റൽ മെത്തേഡ്, സിംഗിങ് ഫണ്ട് മെത്തേഡ്, ആന്വിറ്റി മെത്തേഡ്, ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. ഇത് നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് SLO-വും WDV ആണ്. ഓക്കെ, ഇപ്പം എന്തൊക്കെ മെത്തേഡ് എന്തെന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കാം. എന്തൊക്കെയുണ്ട്, WDV ഉണ്ട്, SLM ഉണ്ട്, സം ഓഫ് ഇയേഴ്സ്, ഡിജിറ്റൽ മെത്തേഡ് ഉണ്ട്, സിംഗിങ് ഫണ്ട് ഉണ്ട്, ആന്വിറ്റി ഉണ്ട്, ഇൻഷുറൻസ് പോളിസി മെത്തേഡ് ഉണ്ട്. ഇത്രയും മെത്തേഡുകൾ ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഇനി ഡിസ്പോസൽ ഓഫ് ആൻ അസറ്റ് എന്ന് പറയുന്നതാണ് വെൻ ആൻ അസറ്റ് ഈസ് സോൾഡ് ബിക്കോസ് ഓഫ് ഒബ്സലസൻസ് ഓർ ഇനാഡിക്വസി ഓർ എനി അതർ റീസൺ. ദ കോസ്റ്റ് ഓഫ് ആൻ അസറ്റ് ഈസ് ട്രാൻസ്ഫർഡ് ടു ടെമ്പററി അക്കൗണ്ട് ഈസ് കോൾഡ് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്. നമുക്കിവിടെ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് ഒക്കെ വരയ്ക്കാനായിട്ടുണ്ട്. ഓക്കെ, നമുക്കത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്, അസറ്റ് വെക്കാൻ നേരത്തേക്ക് നമ്മൾ ടെമ്പററി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് നമ്മൾ ഡിപ്രീസിയേഷൻ എത്ര ചെയ്തിട്ടുണ്ട്, എത്ര വാല്യൂ കിട്ടും, എന്താണ് അസറ്റിൻ്റെ സിറ്റുവേഷൻ, ബുക്ക് വാല്യൂ എന്താണ്, എത്ര നമ്മൾ സെയിൽ വാല്യൂ എന്താണ്, അങ്ങനെയൊക്കെ നോക്കി അത് നോക്കണതിനാണ് ഡിസ്പോസൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ടെമ്പററി അക്കൗണ്ടിലേക്ക് ആ സെയിൽസിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അതിനെയാണ് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചേഞ്ച് ഓഫ് മെത്തേഡ് നമുക്ക് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് പറഞ്ഞാൽ ചെയ്യാം. അപ്പൊ നമുക്ക് അത് ക്ലാരിറ്റി കിട്ടും. ഇനി ചേഞ്ച് ഓഫ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എപ്പോഴൊക്കെയാണ് ഈ ചേഞ്ച്, നമ്മൾ പറഞ്ഞു ഇത്രയും മെത്തേഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന 2 മെത്തേഡാണെന്ന് പറഞ്ഞു. അപ്പൊ അത് എപ്പോഴാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഓരോ വർഷം അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആസ് പെർ AS6 അനുസരിച്ച് പറഞ്ഞതാണ് ഡിപ്രീസിയേഷൻ മെത്തേഡ് സെലക്ഷൻ ഷുഡ് ബി അപ്ലൈഡ് കോൺസിസ്റ്റന്റ്ലി ഫ്രം പീരീഡ് ടു പീരീഡ്. നമ്മൾ എപ്പോഴും എന്താണ് കോൺസിസ്റ്റന്റ് ആയിട്ടായിരിക്കണം എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഓരോ പീരീഡിൽ നിന്ന് വേറൊരു പീരീഡിലേക്ക് മാറ്റേണ്ടത് അല്ലെ. കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് യൂസ് ചെയ്യണം. അല്ലാണ്ട് ഈ ഒരു സമയത്ത് ഒരു മെത്തേഡ് അടുത്ത ഒരു വർഷം ഞാൻ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ചേഞ്ച് ഇൻ ഡിപ്രീസിയേഷൻ മെത്തേഡ് ഷുഡ് ബി മെയ്ഡ് ഓൺലി ഇൻ ദ ഫോളോയിങ് കേസ്. ഏതൊക്കെ കേസിലാണ് നമുക്ക് ഡിപ്രീസിയേഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റേണ്ടത്, ഏതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിപ്രീസിയേഷൻ ചേഞ്ച് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അത് മുന്നേ ഒരു കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ കേസിലാണ്, ഒന്ന് സ്റ്റാറ്റ്യൂട്ട് നിയമത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുവാണെന്നുണ്ടെങ്കിലോ, AS-ൽ എന്തെങ്കിലും വ്യത്യാസം വരുവാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് വേറെ കിട്ടുവാണെങ്കിലോ, അങ്ങനെയുള്ള ടൈമിൽ മാത്രമേ നമുക്ക് ഡിപ്രീസിയേഷന്റെ മെത്തേഡ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. For compliance of statute, for compliance of AS, for more appropriate presentation of financial statement ഒക്കെ വരുമ്പോൾ. ഓക്കെ, ഇനി നമ്മൾ ഈ മെത്തേഡ് ഇത് വരക്കും. എന്താണ്, നമ്മൾ ഡിപ്രീസിയേഷൻ ഒക്കെ വരച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്നൊക്കെ നോക്കും. സർപ്ലസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, P&L അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്ന് ക്രെഡിറ്റ് ചെയ്യും. എന്താണ്, ഡിപ്രീസിയേഷൻ റിട്ടേൺ ബാക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹെഡ് എഴുതിയിട്ട് നമ്മളത് ക്രെഡിറ്റ് ചെയ്യും. ഇനി അതിൽ ഡെഫിഷ്യൻസി ആണ് വന്നതെന്നുണ്ടെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും, P&L അക്കൗണ്ടിലേക്ക് അതിൽ ചാർജ് ചെയ്യും. ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി അതിൽ വേറെ ഓൾഡ് വാല്യൂ ലെസ് അത് നമുക്ക് പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ, ചേഞ്ച്
ചേഞ്ച് മെത്തേഡ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. ആ ചേഞ്ച് ചെയ്യണ പ്രോബ്ലംസ് ഇതിലുണ്ട്. ആ പ്രോബ്ലം ഒന്ന് കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കണേ നിങ്ങൾ. അതായത് WDV നിന്ന് SL ആക്കി, SLത്തിൽ നിന്ന് WDV ആക്കി എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നമ്മൾ എന്താ ഒരു അസറ്റ് വാങ്ങിയിട്ട് ചിലപ്പോൾ കുറെ നാളായിട്ടുണ്ടാവും. അത് നമ്മൾ യൂസ് ചെയ്തത് ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. മീൻസ് ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ നാൾ കഴിയാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും, അത് ചേഞ്ച് ചെയ്യുവാണ്, ആ മെത്തേഡ് ചേഞ്ച് ചെയ്യുവാണെന്ന് പറയും. അങ്ങനെ മെത്തേഡ് ചേഞ്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത്രയും നാളിപ്പോ WDVയിലാണ് വന്നുകൊണ്ടിരുന്നത് നോക്കിക്കോ. ഇനി നമ്മൾ പോകാൻ പോണത് SLത്തിലേക്കാണ്. അപ്പൊ ആ WDVയിലേക്ക് നമ്മൾ വന്നിട്ട് ഇരുന്നിട്ട് നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യാം, നമ്മളത് അത്രയും നാൾ കൊടുത്തത് WDV ഇല്ല. അപ്പൊ കൊടുത്തതിനുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആ കൊടുത്ത വാല്യൂ ഇത്രയും നാൾ ആസറ്റ് വാങ്ങിയതിലിരുന്ന് ഇതുവരേക്കും ചേഞ്ച് ചെയ്യണ പീരീഡ് വരേക്കും നമുക്ക് എത്ര ഡിപ്രീസിയേഷൻ അതിന് വേണ്ടി ക്ലെയിം ചെയ്തിട്ടുണ്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് അതിന് എന്താണ്, അതിൽ SLത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ഡിപ്രീസിയേഷൻ വരും. അതായത് ഇത്രയും വർഷം, ഇപ്പൊ എന്താണ്, ഒരു 5 വർഷമായി അസറ്റ് വാങ്ങിച്ചിട്ട് 5 വർഷം വരെ നമ്മൾ WDV ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ ഈ 5ാമത്തെ വർഷം 5 വർഷം കഴിഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ SLത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 5 വർഷം WDV എത്ര കിട്ടി എന്നുള്ളത്, എത്ര ക്ലെയിം ചെയ്തു എന്നുള്ളത് നോക്കണം. പ്ലസ് എന്ത് ചെയ്യണം, ആ 5 വർഷവും നമ്മൾ SLM മെത്തേഡാണ് യൂസ് ചെയ്തെങ്കിൽ എത്ര ഡിപ്രീസിയേഷൻ ആണ് വരുന്നതെന്ന് നോക്കണം. എന്നിട്ട് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കമ്പയർ ചെയ്യണം, കൂടുതൽ ഏതാണ് കുറവ് ഏതാന്ന് നോക്കണം. ഇപ്പൊ അതിൽ എന്ത് ചെയ്യണം, ഫോൾഡ് വാല്യൂ ഇസ് ലെസ്. നമ്മൾ ആദ്യം ഉപയോഗിച്ച WDV വാല്യൂ ആണ് കുറവ്. ഇപ്പൊ പുതിയതായിട്ട് SLത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ അതാണ് കുറവെന്നുണ്ടെങ്കിൽ P&L അക്കൗണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻട്രി ഇടും. ഇനി ആ ഓൾഡ് വാല്യൂ, ഓൾഡ് മെത്തേഡാണ് കൂടുതൽ, ഓൾഡ് മെത്തേഡിന്റെ ഡിപ്രീസിയേഷൻ ആണ് കൂടുതലെങ്കിൽ നമ്മൾ എന്ത് ഇടും, അസറ്റ് അക്കൗണ്ട് P&L അക്കൗണ്ട് എന്ന് പറഞ്ഞ് എൻട്രി ഇടാം. എൻട്രി എന്ന് പറഞ്ഞ് നോക്കാതിരിക്കേണ്ട, ഇത് നമ്മൾ ഇനി യൂസ് ആവും, ഏറ്റവും യൂസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒന്ന് കറക്റ്റ് നോക്കുക. എന്താണ്, നമ്മൾ WDV ആണ് ഓൾഡ് മെത്തേഡ്, ന്യൂ മെത്തേഡ് SLM ആണ്. അപ്പൊ WDVയുടെ വാല്യൂ നമ്മൾ നോക്കിയപ്പോൾ കുറവാണെന്ന് കണ്ടു, SLM ആണ് കൂടുതലെന്നുണ്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ P&L അക്കൗണ്ട് ഇട്ടു അസറ്റ് അക്കൗണ്ട് ഇടുക. പിന്നെ അത് ഓൾഡ് വാല്യൂ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അസറ്റ് അക്കൗണ്ട് ഇട്ടു P&L എന്ന് പറഞ്ഞ് ഇടുക. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് എൻട്രീസ് ഉണ്ട്. ഈ എൻട്രീസ് ഒന്നും നിങ്ങളൊന്ന് നോക്കണേ. ചിലർക്കൊക്കെ കൺഫ്യൂഷൻ ആകുന്ന തരത്തിലുള്ള എൻട്രീസ് ആണ് നമ്മൾ ഈ പോകുമ്പോൾ. എന്താണ്, ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾ ടു പബ്ലിക്. പബ്ലിക്കിന് നമ്മൾ ഗുഡ്സ് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടാവും, പക്ഷെ അത് എന്ത് ചെയ്യും, നമ്മൾ ഫ്രീ സാമ്പിൾ ആയിട്ട് കൊടുക്കുവാണ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന്, ഗുഡ്സ് ഫ്രീ സാമ്പിൾ ആയിട്ട് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ, അതായത് നമ്മളിപ്പോ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനാണ്, നമ്മളത് സെയിലാക്കാൻ വേണ്ടിയിട്ടാണ് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് സെയിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പർച്ചേസ് ചെയ്ത വിഷയം നമ്മളെടുത്ത് എന്താണ്, നമ്മളെടുത്ത് ആർക്കെങ്കിലും ഫ്രീ സാമ്പിൾ ആയിട്ട് കൊടുക്കുവാണ്. ഓക്കെ, ഗുഡ്സ് എന്തെങ്കിലും അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് നമ്മൾ ഗുഡ്സ് ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുവാണ്, അതിനെടുത്ത് നമ്മൾ എന്ത് ചെയ്യുവാണ്, സെയിൽ ആക്കണതിന് മുന്നേ നമ്മൾ പറയില്ല, പലയിടത്തും നമുക്ക് ഫ്രീ ആയിട്ട് സാമ്പിൾ ആയിട്ട് എന്തെങ്കിലും കിട്ടാറില്ലേ. അത് നമുക്ക് എന്തിന്റെ ഭാഗമാണ്, ശരിക്കും പറഞ്ഞ ഒരു അഡ്വർടൈസ്മെന്റ് ആണ് അല്ലെ. നമ്മളിലേക്ക് ആ പ്രോഡക്റ്റ് എത്തിക്കാൻ വേണ്ടിയുള്ള കമ്പനിയുടെ തന്ത്രപ്പാടാണ് കാണുന്നത് അല്ലെ. അപ്പൊ ആ ഒരു തരത്തിലുള്ള ഒരു വൺ ഓഫ് ദി വേ ആണ് അല്ലെ, അഡ്വർടൈസ്മെന്റിന്റെ ഒരു വഴിയാണത്. അപ്പൊ ഒരു വഴി എന്ന് പറയാൻ പറ്റുള്ളൂ, അതാണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സെയിലാക്കിയിട്ടില്ല നമ്മളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, സെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല, പക്ഷെ നമ്മൾ അതിനുള്ള പർച്ചേസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അല്ലെ. പർച്ചേസിന് ടാക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് സെയിലാക്കണ്ടേ, പക്ഷെ സെയിലാക്കിയില്ല, ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. അപ്പൊ നമുക്ക് അത് എന്തായിട്ട് എടുക്കാം, അതിന് ആ കൊടുക്കണമെങ്കിൽ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് എടുക്കണം. പക്ഷെ അതേപോലെ നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ, പർച്ചേസ് എന്താണ്, ഡെബിറ്റ് ആണ്. പക്ഷേ പർച്ചേസിന് ഇവിടെ കൊണ്ടുവന്ന് ക്രെഡിറ്റ് ചെയ്തേക്കുന്നുണ്ട്. എന്താ അതിന്റെ അർത്ഥം, പർച്ചേസിന് നമ്മൾ വാല്യൂനെ കുറച്ചു, പർച്ചേസ് വാല്യൂവിന് നമ്മൾ കുറച്ചിട്ടുണ്ട്. അഡ്വർടൈസ്മെന്റിലോട്ട് ആക്കിയ എമൗണ്ട് നമ്മൾ വാങ്ങിച്ചു, പർച്ചേസ് ചെയ്തു, അത് പ്രൊഡ്യൂസ് ചെയ്തു, അത് നമ്മൾ സെയിലാക്കാൻ നേരത്ത് സെയിലാക്കിയില്ല, പക്ഷെ അത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തു. അതുകൊണ്ട് അത് അഡ്വർടൈസ്മെന്റ് ആയിട്ട് നമ്മൾ കാണിച്ചു. എന്നിട്ട് ഇതിനാ പർച്ചേസ് ചെയ്യുന്നു എമൗണ്ട് എടുത്ത് കളയുക. കാരണം ആ പർച്ചേസിന് നമ്മളത് സഫർ ചെയ്യേണ്ട കാര്യമില്ല, അതിൽ കാണിക്കേണ്ട കാര്യമില്ല. കാരണം അത് നമ്മൾ സെയിലാക്കിയില്ല, നമ്മൾ എന്തൊക്കെ എടുത്തു, നമ്മൾ ചുമ്മാ ഫ്രീ ആയിട്ട് കൊടുത്തു എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇത് സാധാരണ പബ്ലിക്കിന് കൊടുക്കുവാണെങ്കിൽ, ഇനി എംപ്ലോയീസിന് കൊടുക്കുവാണെങ്കിലോ, എംപ്ലോയീസിന് കൊടുക്കുവാണെങ്കിൽ അതിന് ഫാക്ടറി എംപ്ലോയീസ് ആണെങ്കിൽ വേജസ് എന്നും, അല്ല ഓഫീസ് എംപ്ലോയീസ് ആണെങ്കിൽ സാലറി എന്നാണ് നമ്മൾ പൊതുവെ കാണിക്കാറ് അല്ലെ. അപ്പൊ വേജസ് ഓഫ് സാലറി അക്കൗണ്ട് ആർക്കാണോ കൊടുക്കുന്നത് അതനുസരിച്ച് കൊടുക്കുക. ഇപ്പൊ ഫാക്ടറിക്കാണെങ്കിൽ വേജസ് അക്കൗണ്ട് ആയിട്ട് പർച്ചേസ്, ഓഫീസിനാണെങ്കിൽ സാലറി അക്കൗണ്ട് ആയിട്ട് പർച്ചേസ് എന്ന് പറഞ്ഞ് കാണിക്കാം. ഓക്കെ, അപ്പോ നമ്മൾ എന്താണ് പർച്ചേസിന് തന്നെ, പർച്ചേസിന് എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്തതെന്ന് ഈ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതിനെയാണ് നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുവാണെങ്കിൽ വേജസിനോ സാലറിനെയാണ് ഡെബിറ്റ് ചെയ്യുക,
പബ്ലിക്കിന് കൊടുക്കുകയാണെങ്കിൽ അത് അഡ്വർടൈസ്മെന്റിനെ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഗുഡ്സ് നമ്മൾ ഓർഡർ ചെയ്തു, പക്ഷെ ഇയർ എൻഡ് ആയിട്ടും അതെന്താണ് നമ്മുടെ ഗോഡൌണിലേക്ക് എത്തിയില്ല, അത് വന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് പറയും, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ആയിട്ട് പർച്ചേസ്. ഒന്നില്ലെങ്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യുന്ന കുറയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കാം, നല്ലതാണ്. ഓക്കെ, അപ്പൊ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസില് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ആയിട്ടോ പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഇടുക. ഓക്കെ, ഇനി അബ്നോർമൽ ലോസ് ഓഫ് സ്റ്റോക്ക്. അബ്നോർമൽ ലോസ് അക്കൗണ്ട് ആയിട്ട് പർച്ചേസ്. അബ്നോർമൽ ആയിട്ട് ലോസ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അബ്നോർമൽ ലോസ് അക്കൗണ്ട് ആയിട്ട് പർച്ചേസ് എന്ന് പറഞ്ഞിടുക. സ്റ്റോക്ക് യൂസ്ഡ് സ്റ്റേഷനറി. സ്റ്റേഷനറി ആയിട്ട് നമ്മൾ സ്റ്റോക്ക് യൂസ് ചെയ്തു. നമ്മുടെ സ്റ്റോക്ക് നമ്മൾ സ്റ്റേഷനറി ആയിട്ട് നമ്മുടെ ഓഫീസിൻ്റെ ഇതിന് ഉപയോഗിക്കുകയാണെങ്കിൽ സ്റ്റേഷനറി അക്കൗണ്ട് ആയിട്ട് പർച്ചേസ്. ആ ഗുഡ്സ് നമ്മൾ ഉപയോഗിക്കണ പോലെ തന്നെ, അഡ്വർടൈസ്മെന്റ് ഉപയോഗിക്കണ പോലെ തന്നെ നമ്മൾ ഇത് കണക്കാക്കുക. മെറ്റീരിയൽ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിന് വേണ്ടിയിട്ട് നമ്മൾ മെറ്റീരിയൽ യൂസ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് ഫിക്സഡ് അസറ്റിന് വേണ്ടിയിട്ടാണ്, ഫിക്സഡ് അസറ്റിന്റെ വേണ്ടിയിട്ട്. അപ്പൊ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ആയിട്ട് പർച്ചേസ് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, നമ്മൾ മെറ്റീരിയൽ സെയിലാക്കിയില്ല, നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പർച്ചേസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം, ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ആയിട്ട് പർച്ചേസ് എന്ന് പറഞ്ഞ് ഇടുക. ഇനി ഡെപ്റ്റ്. ഡെപ്റ്റ് 3 തരത്തിലുണ്ട്. എന്താണ്, ഒന്ന് ഗുഡ് ഡെപ്റ്റ് ഉണ്ട്, ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഉണ്ട്, ബാഡ് ഡെപ്റ്റ് ഉണ്ട്. ഗുഡ് ഡെപ്റ്റ് എന്ന് വെച്ചാൽ ഡെപ്റ്റ് വിച്ച് ആർ നോട്ട് ബാഡ്, ബാഡ് ആവാത്ത ഡെപ്റ്റ് ആണ്. ബാഡ് ഡെപ്റ്റ് എന്ന് വെച്ചാൽ ദ ഡെപ്റ്റ് വിച്ച് കനോട്ട് ബി റിയലൈസ്ഡ് അറ്റ് ഓൾ. ഒരിക്കലും നമുക്കത് കിട്ടില്ല എന്നുള്ളതാണ് ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ പക്ഷെ ഒരിക്കലും ഒരു ബാഡ് ആവില്ല എന്ന് പറയുന്നതാണ് ഗുഡ് ഡെപ്റ്റ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് എമൗണ്ട് കിട്ടിയില്ല, പക്ഷെ ഒരിക്കലും ഒരു ബാഡ് ആവാൻ സാധ്യതയില്ല എന്ന തരത്തിലുള്ളതാണ് ഗുഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്താണ്, ദ ഡെപ്റ്റ് വിച്ച് മേ ഓർ മേ നോട്ട് ബി റിയലൈസ്ഡ്. അല്ലെ, നമുക്ക് വന്ന ആ ഒരു ഡെപ്റ്റ് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ഇപ്പൊ നമ്മൾ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് പറഞ്ഞാൽ എങ്ങനെയാണ്, നമുക്കത് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് വേണ്ടി നമ്മൾ പ്രൊവിഷനൊക്കെ ഇട്ട് വെക്കും അല്ലെ. പ്രൊവിഷനൊക്കെ ഇട്ട് വെക്കും. എന്തുകൊണ്ടാണ് പ്രൊവിഷൻ ഇട്ട് വെക്കണേ, നമുക്കത് മുന്നേ ഉള്ള നമ്മുടെ കമ്പനിയുടെ എക്സ്പീരിയൻസിൽ നമുക്ക് മനസ്സിലാവും, ഈ ഇത്ര കസ്റ്റമർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഒരിക്കലും ഇത്ര പെർസെന്റേജ് അതിൽ നിന്ന് നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ളത് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്ന്, 1 വർഷത്തെ 2 വർഷത്തെ ആണോ, വളരെ നാളത്തെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ ആന്റിസിപ്പേറ്റഡ് ലോസസിനൊക്കെ നമ്മൾ മുന്നേ കാണിക്കും, പക്ഷെ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലോ നമ്മൾ അതിനെ കണക്കിലാക്കില്ല. പക്ഷെ ലോസസ് ആണ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മുന്നേ അതിന് വേണ്ടി പ്രിപ്പയർ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നേയുള്ള ക്ലാസ്സിൽ. അപ്പൊ അതേപോലെയാണ് ഡൗട്ട്ഫുൾ ഡെപ്റ്റിന് നമുക്ക് വരും എന്നുള്ള ഉറപ്പായി നമ്മൾ എന്ത് ചെയ്യും, പ്രൊവിഷൻ ഇട്ട് വെക്കും. പ്രൊവിഷൻ ഇട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ 100% അത് കറക്റ്റ് ആയിരിക്കണമെന്നുണ്ടോ, ഇല്ല, പ്രൊവിഷൻ 100% കറക്റ്റ് ആവണമെന്നില്ല. അപ്പൊ ആ 100% എത്രയാണോ കറക്റ്റ് ആവുന്നത് അതിന് നമ്മൾ എന്ത് ചെയ്യും, ബാഡ് ഡെപ്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പ് പറഞ്ഞത് ബാഡ് ഡെപ്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ റിക്കവർ ചെയ്യുക, ഏതെങ്കിലും ഒരു വർഷമൊക്കെ ചിലപ്പോൾ അങ്ങനെ റിക്കവർ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്നുള്ള ഒരു അക്കൗണ്ടാണ്. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ പ്രൊവിഷൻസ് കുറച്ച് വരാൻ നേരത്തേക്ക് നിങ്ങൾ ആ P&L ഇട്ട് തന്നെ നമ്മൾ എന്താണ് പ്ലസ് മൈനസ് എന്ന് ചെയ്യുന്നതിന് പകരം ഒരു പ്രൊവിഷന്റെ ഒരു അക്കൗണ്ട് വരച്ചാൽ മതി. ആ അക്കൗണ്ട് വരയ്ക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വർക്കിംഗ് നോട്ടായിട്ട് നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, നമ്മുടെ P&L നല്ല നീറ്റായിട്ട് കാണിക്കുകയും ചെയ്യും. അതായത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് അതെന്താണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ് വരേണ്ടത്. അപ്പോൾ ബൈ ബാലൻസ് ബ്രോഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പണിംഗ് വരേണ്ടത്. അതിന്റെ ക്ലോസിംഗ് എന്താണ്, ബൈ ടു ബാലൻസ് ക്യാരിഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് കാണിക്കണം. ഓക്കെ, ഇനി ബാഡ് ഡെപ്റ്റോ ഫർദർ ബാഡ് ഡെപ്റ്റോ ഉണ്ടെങ്കിൽ ഇതിന്റെ ഡെബിറ്റ് സൈഡ് കാണിക്കാം. ബാലൻസ് എന്താണ് കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യും, P&L അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ബാലൻസ് P&L അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഈ പ്രൊവിഷൻ അക്കൗണ്ട് ഒന്ന് ഫോർമാറ്റ് ഒന്നും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ഷീറ്റ് P&L എന്ത് ചെയ്യാം, ഒന്ന് നീറ്റായിട്ട് കാണിക്കുകയും ചെയ്യാം. നമുക്ക് അത്ര ബേർഡനും ഇല്ല, ഇത് പ്ലസോ മൈനസോ എന്നുള്ള ആ ഒരു ചിന്തയില്ല. ഇത് ഇത്രയേ ഉള്ളൂ ട്രാൻസാക്ഷൻ അതിൽ വരാനായിട്ട്. ഓപ്പണിംഗ് ബാലൻസ് ബൈ ഉണ്ട്, 2 ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്, പിന്നെ ബാഡ് ഡെപ്റ്റും ഫർദർ ബാഡ് ഡെപ്റ്റും ഉണ്ട്. അത് കഴിഞ്ഞ് ബാലൻസ് എന്ത് കിട്ടണോ അത് P&L നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫിഗറാണ്. ഓക്കെ, അതേ ഉള്ളൂ നമുക്ക് ഇതിൽ കാണിക്കാനായിട്ട്, പ്രത്യേകിച്ച് അത് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് ഇതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇല്ലുസ്ട്രേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ജസ്റ്റ് നമുക്ക് ഇത് എന്താണെന്നുള്ള സംഭവം മനസ്സിലാക്കാനാണ്. അതായത് മെഷീനറി നമ്പറും കോസ്റ്റ് ഓഫ് മെഷീനും കൊടുത്തിട്ടുണ്ട്. അതിന്റെ എക്സ്പെൻസ്, അതായത് പർച്ചേസ് ചെയ്തപ്പോൾ വന്ന എക്സ്പെൻസ്, ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള എക്സ്പെൻസ്, അതായത് നമുക്ക് പർച്ചേസ് ചെയ്തതിലിരുന്ന് നമുക്ക് ഇൻസ്റ്റലേഷൻ വരെയുള്ള ചാർജസ് നമുക്ക് പർച്ചേസിംഗ് വാല്യൂ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്, അതേപോലെ എക്സ്പെൻസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം, ഇത് ഈ പർച്ചേസ് വാല്യൂവിന്റെ കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം.
എസ്റ്റിമേറ്റഡ് റെസിജ്വൽ വാല്യൂ, അതിന്റെ എസ്റ്റിമേറ്റഡ് റെസിജ്വൽ വാല്യൂ സ്ക്രാപ്പ് വാല്യൂ, അതായത് അസറ്റ് യൂസ് ചെയ്ത് അതിന്റെ ലാസ്റ്റ് ആവുന്ന നേരത്ത് നമുക്ക് എത്ര കിട്ടും എന്നുള്ളത് ഒരു എസ്റ്റിമേഷൻ ഇട്ട് വെക്കുന്നതാണ് അല്ലെ. ഇത്ര ഇത് ഒരു ലൈഫ് ഉണ്ടാവുമല്ലോ, ആ ലൈഫ് ഇവിടെ കൊടുത്തിരിക്കുന്നത് യൂസ്ഫുൾ ലൈഫ്. ഓരോ മെഷീനും ഓരോ ലൈഫ് ഉണ്ട്. 8 വർഷത്തേക്ക് ആ മെഷീൻ ഉപയോഗിക്കാന്നുണ്ട്. ആ 8 വർഷം കഴിയുമ്പോൾ നമുക്ക് എത്രയാണ് 90,000 രൂപയ്ക്ക് മേടിച്ച് എക്സ്പെൻസ് ഒരു 10 രൂപയുടെ എക്സ്പെൻസ് കൊടുത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത മെഷീൻ 8 വർഷത്തെ ലൈഫ് യൂസ് 8 വർഷം കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടുള്ളൂ? 20,000 രൂപ സ്ക്രാപ്പ് വാല്യൂ പോലെ കിട്ടാൻ ചാൻസ് ഉള്ളൂ എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ഇവിടെ എങ്ങനെ കാണാം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. ഇതൊന്നും എക്സാമിന് പറഞ്ഞല്ല, നിങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കണേ. ഓക്കെ, അതായത് ഈ എന്താണ് നമ്മുടെ കോസ്റ്റ് വാല്യൂ അതിന്റെ എക്സ്പെൻസ് നമ്മൾ ആഡ് ചെയ്യാം. 1 lakh കിട്ടും. 1 lakh റെസിജ്വൽ വാല്യൂ അല്ലെ, റെസിജ്വൽ വാല്യൂ സ്ക്രാപ്പ് വാല്യൂ, അത് നമുക്ക് വിറ്റാലും എത്ര കിട്ടും എന്നുള്ള വാല്യൂ, അതാണ് 20,000. അത് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്തിട്ട് എന്താണ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ്. ഓക്കെ, എക്സ്പെക്റ്റഡ് യൂസ്ഫുൾ ലൈഫുമായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്താണ് നമ്മുടെ കോസ്റ്റ് ഓഫ് മെഷീനും എക്സ്പെൻസും നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് റെസിജ്വൽ വാല്യൂ മൈനസ് ചെയ്യണം. റെസിജ്വൽ വാല്യൂ മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് യൂസ്ഫുൾ ലൈഫായിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ കിട്ടുന്നതാണ് 10,000 എന്നാണ് എമൗണ്ട്. 10,000 എന്താണ്? അതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതിന്റെ റേറ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷന്റെ റേറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിപ്രീസിയേഷനും അതിന്റെ ടോട്ടൽ കോസ്റ്റ് ഓഫ് അസറ്റ് നമ്മൾ ഇൻറ്റു ചെയ്താൽ മതി. ഇൻറ്റു 100. ഓക്കെ, ഡിവൈഡ്, അതായത് ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് അസറ്റ്, ടോട്ടൽ കോസ്റ്റ് ഓഫ് അസറ്റ്, എക്സ്പെൻസ് കൂടി കൂടിയിട്ടുള്ളതാണ് അതിന്റെ ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് അസറ്റ്സ് ഇൻറ്റു 100 ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെയാണ് രണ്ടാമത് കോസ്റ്റ് ഓഫ് മെഷീനും അതിന്റെ എക്സ്പെൻസും ആഡ് ചെയ്യുക. അതിൽ നിന്ന് എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ റെസിജ്വൽ വാല്യൂ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അതിൽ നിന്ന് യൂസ്ഫുൾ ലൈഫ് ഡിവൈഡ് ചെയ്യണം. അപ്പൊ കിട്ടാൻ ഡിപ്രീസിയേഷൻ ഡേറ്റ് ആണെങ്കിൽ ഈ ഡിപ്രീസിയേഷൻ ടോട്ടൽ കോസ്റ്റ് ഓഫ് അസറ്റ്സ് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇൻറ്റു 100 എടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഇത് തുടങ്ങിയുള്ളത് ഞാൻ ഇതേപോലെ തുടങ്ങിയുള്ളത് കുറച്ച് എന്താണ് ചെയ്ത് നോക്കേണ്ട പ്രോബ്ലംസ് ആണ്. നമുക്ക് നോക്കാം എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നോക്കാം. എ മെഷീൻ ഈസ് പർച്ചേസ്ഡ് ഫോർ 7 lakh. Expense incurred on its cartage and installation 3 lakh. Calculate the amount of depreciation 20% according to straight line method for the first year ending 31st March 2022. അതായത് നമുക്ക് SLM അനുസരിച്ചാണ് ഇവിടെ നമ്മളോട് ഡിപ്രീസിയേഷൻ കാണാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്? മെഷീൻ പർച്ചേസ് ചെയ്ത വാല്യൂ വന്നിട്ടുണ്ട്, അതിന് ഇൻസ്റ്റോളേഷൻ വരെയുള്ള എക്സ്പെൻസ് വന്നിട്ടുണ്ട് 3 lakh ആണ്. അപ്പൊ ടോട്ടൽ എത്രയായി? 10 lakh ആയി. വാല്യൂ മെഷീന്റെ വാല്യൂ എത്രയായി? 10 lakh ആയി. പിന്നെ എന്താണ് അതിന് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 20% ആണ്. അത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അനുസരിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 10 lakhന്റെ 20% കാണാം. ഇപ്പൊ മെഷീൻ പർച്ചേസ് ചെയ്ത് 1st April ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കാണാം? 12 months കാണാം അല്ലെ. 10 lakhന്റെ 20% എന്ന് കണ്ടാൽ മതി. അപ്പൊ എത്ര കിട്ടും? 2 lakh. ആ 12 months കാണാം. ജൂലൈയിലാണെന്നുണ്ടെങ്കിൽ എത്രയും കാണാൻ പറ്റുള്ളൂ? ഇപ്പം 3 മാസത്തെ കുറച്ചിട്ട് കാണാൻ പറ്റുള്ളൂ. 9 മാസത്തെ ഡിപ്രീസിയേഷൻ കാണാൻ പറ്റുള്ളൂ ജൂലൈയിലാണെങ്കിൽ. എന്തുകൊണ്ടാണ്? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ തുടങ്ങി അങ്ങനെ മാർച്ച് വരേക്ക് നോക്കാൻ നേരത്തേക്ക് എത്രയേ ഉള്ളൂ? 9 മാസം ഉള്ളൂ അല്ലേ. അപ്പം ഇങ്ങനെ കാണും 10 lakh ഇൻറ്റു 20% ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 12 എന്ന് പറഞ്ഞിട്ട് കാണുക. അതാണ് ഡിപ്രീസിയേഷൻ. ഇനി ഒക്ടോബറിലാണെന്നുണ്ടെങ്കിലോ, ഒക്ടോബറിലിരുന്ന് എത്രയാണ്? മാർച്ച് വരേക്കും 6 മാസത്തേക്കേ ഉള്ളൂ. അതായത് 10 lakh ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 20% ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 12 എത്ര വരും? 1 lakh വരും. ഇനി 1st ജാനുവരിയിൽ ഇരുന്നാണെങ്കിലോ, ജാനുവരിയിൽ ഇരുന്നാണെന്നുണ്ടെങ്കിൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസത്തേക്കേ ഉള്ളൂ. അപ്പൊ 10 lakh ഇൻറ്റു 20% ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 12. ഓക്കെ, അങ്ങനെയാണ് SLM മെത്തേഡ് ഉപയോഗിച്ച് ഡിപ്രീസിയേഷൻ കാണുന്നത്. ഇനി WDV മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. WDV മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലെ, ഒരു വർഷത്തെ ക്ലോസിംഗ് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ആയിട്ട് മാറും. എന്നിട്ട് അടിയിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാണുന്നത്. നമുക്കറിയാം എന്താണ്? 1/1/2019 എ മെഷീൻ വാസ് പർച്ചേസ്ഡ് ഫോർ 1 lakh ആൻഡ് 50,000 വാസ് പെയ്ഡ് ഓൺ ഇൻസ്റ്റലേഷന് വേണ്ടി ചെലവാക്കി. അപ്പൊ മെഷീന്റെ കോസ്റ്റ് എത്രയാണ്? 1,50,000 ആണ്. അസ്യൂമിംഗ് ദാറ്റ് ദ ഡേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 10% ഓൺ റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ്, അതായത് WDV മെത്തേഡിൽ. അപ്പൊ അതിന്റെ ഡിപ്രീസിയേഷൻ അപ്പ് 31/12 വരെയും കാണാൻ
പറഞ്ഞത് 1-1 വാങ്ങിച്ചു 31-12 വരേക്കും കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെന്താണ് ഒരു വർഷത്തെ ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് എന്നാ വാങ്ങിച്ചത് 2019 വാങ്ങിച്ചു അല്ലെ. 2019 എത്രയാണ് 1 lakh ഇൻഫ്ലേഷൻ അനുസരിച്ച് 50 അനുസരിച്ച് 1,50,000 ആണ് അതിന്റെ വാല്യൂ ആയിട്ട് വന്നത്. അതിന്റെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഇവിടെ തന്നെ 10% ആണ്. അപ്പൊ 1,50,000 10% എത്രയാണ്? 15,000 ആണ്. അപ്പൊ ബാലൻസ് എത്രയുണ്ട്? 1,50,000 മൈനസ് 15,000 വരും 1,35,000 എന്നുള്ളത് ആ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് വരും. ഓക്കെ, ഇനി അടുത്ത വർഷത്തേക്ക് ഇടണമെങ്കിൽ ഈ 1,35,000 വേണം നമുക്ക് ഇടാനായിട്ട്. ഓക്കെ, അതിന്റെ 10% കാണാം. എത്ര വരും? 13,500. ആ 1,35,000 മൈനസ് 13,500 ആണ് 1,21,500. ഈ 1,21,000 അടുത്ത വർഷത്തെ എന്താണ് ഓപ്പണിംഗ് ആയിട്ട് ഇടുക, എന്നിട്ട് 10% ഇടുക. അപ്പൊ എത്ര? 12,150 കിട്ടും. ഇനി അതിന്റെ 1,21,500 12,150 കൂടി ചേർക്കും, മൈനസ് ചെയ്യുമ്പോൾ 1,09,350 കിട്ടും. ഓക്കെ, ഇതാണ് WDV. ആണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കാനോ അടുത്ത വർഷം എന്താണോ അത് തന്നെയാണ് ലാസ്റ്റ് വർഷം വരേക്കും നമ്മുടെ ഡിപ്രീസിയേഷൻ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? നമുക്ക് a machine is purchased 60 lakh, estimated life of which is 10 years, residual value 4 lakh, expected production of machine is 2 lakh during useful life. ആ പ്രൊഡക്ഷൻ എങ്ങനെയാണ്? 1 തുടങ്ങി 2 വർഷം വരെ 20,000, 3 തുടങ്ങി 6 വർഷം വരെ 15,000, 7 വർഷം തുടങ്ങി 10 വർഷം വരെ 25,000. അതെല്ലാം പെർ ഇയറിലാണ്. ഓക്കെ, ഓരോ വർഷം ഇത്ര കിട്ടുന്നത്. കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഫോർ ഈച്ച് ഇയർ അപ്ലൈങ് സം ഓഫ് യൂണിറ്റ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? നമുക്ക് മെഷീൻ പർച്ചേസ് 6 lakhന് അതിന്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് 10 ആണ്. റെസിഡ്യുവൽ വാല്യൂ സ്ക്രാപ്പ് വാല്യൂ എന്ന് വെച്ചാൽ 4 lakh ആണ്. അപ്പൊ 6 lakhന് 4 lakh പോയി കഴിഞ്ഞാൽ ബാലൻസ് എത്രയുണ്ട്? 56 lakh ഉണ്ട്. ആ 56 lakhന് എന്ത് ചെയ്യണം? നമുക്ക് 1 തുടങ്ങി 2 വർഷം തുടങ്ങി എത്ര പ്രൊഡക്ഷൻ 20,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രൊഡക്ഷൻ എത്ര? 20,000. അപ്പൊ 56 lakh ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 22 lakh എന്ന് പറയുന്നത് 5,60,000 വരും. അതേപോലെ എല്ലായിടത്തും കാണും. എങ്ങനെയാണ്? 56 lakh ഇൻറ്റു എത്രയാണ്? 15,000 ഡിവൈഡഡ് ബൈ 2 lakh കാണാം. 56 lakh ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 2 lakh കാണാം. ഓക്കെ, 7 lakh വരും. ഇനി ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്ത് പഠിക്കേണ്ടത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് കറക്റ്റായിട്ട് 1, 2, 3 പ്രാവശ്യം ചെയ്ത് പഠിക്കുക. ഓക്കെ, 1/1/2019 മെഷീനറി വാസ് പർച്ചേസ്ഡ് 80,000. 1/7/2020 അഡീഷൻ വേർ മെയ്ഡ് ടു ദ എമൗണ്ട് ഓഫ് 40,000. ഓക്കെ, 1/1/2019 നമ്മൾ പർച്ചേസ് ചെയ്തു. ഓക്കെ, 1/1/2019 ഇത് എങ്ങനെയാണ്? ഇയർ എൻഡ് 31st December ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/1/2019 പർച്ചേസ് ചെയ്ത മെഷീനറി 2019-2020 ആ ഇയറിലില്ല, അതിന്റെ അടുത്ത വർഷം എന്താണ്? ജൂലൈയിൽ വന്ന് നമ്മൾ അഡീഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, 40,000. എന്നിട്ട് 31/3/2021 അതിന്റെ അടുത്ത വർഷം മെഷീനറി വീണ്ടും പർച്ചേസ് ചെയ്തു. അല്ല, 31/3/2021 മെഷീനറി പർച്ചേസ്ഡ് 1/7/2020. ഈ രണ്ടാമത് വാങ്ങിച്ചില്ലേ? അത് മൂന്നാമത്തെ വർഷം. ആദ്യത്തെ വർഷം നമ്മൾ ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു 80,000. രണ്ടാമത്തെ വർഷം നമ്മൾ എന്ത് ചെയ്തു? ഒരു അഡീഷൻ 40,000 വാങ്ങിച്ചു. എന്നിട്ട് മൂന്നാമത്തെ വർഷം എന്ത് ചെയ്തു? അതിന്റെ എൻഡിൽ എന്ത് ചെയ്തു? ആ രണ്ടാമത്തെ വർഷം വാങ്ങിച്ച മെഷീനറി എന്ത് ചെയ്തു? അത് എത്രയും വിറ്റു നമ്മൾ. അപ്പൊ ആ മൂന്നാമത്തെ വർഷം ആയപ്പോഴേക്കും ആ 40,000 വാങ്ങിച്ച മെഷീനറിയുടെ വാല്യൂ എത്രയാണ്? നമുക്ക് ബുക്കിൽ 12,000 എന്നാ കിടക്കുന്നത്. അത് പക്ഷെ 11,000 വിറ്റു. 12,000 വാല്യൂ ഉള്ള മെഷീനറി 11,000 വിറ്റു. അതായത് എന്താണ്? അവിടെ ലോസ് വന്നു അല്ലേ? ബുക്ക് വാല്യൂ 12 ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയ 11,000 ആണ്. ഇനി 36/2021 ആ മൂന്നാമത്തെ വർഷം എന്ത് സംഭവിച്ചു? ഈ ആദ്യത്തെ വർഷം മെഷീനറി വാങ്ങിച്ചില്ലേ? ആദ്യത്തെ വർഷം മെഷീനറി വാങ്ങിച്ചതിന്റെ കോസ്റ്റ് 32,000 കോസ്റ്റ് ഉള്ള 32,000 കോസ്റ്റ് ഉള്ള മെഷീനറി 26,700 രൂപയ്ക്ക് വിറ്റു. അതായത് 80,000 ആണ്. അപ്പൊ 80,000 എന്തായിരിക്കുള്ളൂ? 2 ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും അല്ലെ? 80,000 2 ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. എങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ടി വരണ? ഒന്ന് നമുക്ക് ഈ 32,000 വിലയുള്ള മെഷീനറി എന്നാ പറഞ്ഞിരിക്കുന്നത്. 80,000 അപ്പൊ 2 മെഷീനറി ഉണ്ട്. ഒന്ന് 32,000 മെഷീനറി ഉണ്ട്. ഇനി ഒന്ന് ബാലൻസ് പറഞ്ഞാൽ 48,000. 80-ലും 32 പോയ എത്രയാണ്? 48,000 മെഷീനറി ഉണ്ട്. ആ 42 രണ്ടായിട്ട് മെഷീനറിയിൽ ആ 32,000 മാത്രം വിറ്റു. എത്രയാണ്? 26,700 വിറ്റു. ഓക്കെ, ഇനി 1/10/2021 അഡീഷൻ മൂന്നാമത്തെ വർഷം തന്നെ അഡീഷൻ വേർ മെയ്ഡ് ടു ദ എമൗണ്ട് 20,000. ആ മൂന്നാമത്തെ വർഷം വീണ്ടും ഒരു അഡീഷൻ കൂടി ഉണ്ടായിരുന്നു. ഓക്കെ,
ഇപ്പൊ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് 10% ആണ്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആണ്, WDV മെത്തേഡ് ആണെന്നൊക്കെ നമ്മളെ അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക 2019 തുടങ്ങി 21 വരെയുള്ള മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാവുന്ന കേസ് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് 80,000 എന്ന് പറഞ്ഞ ഒരു മെഷീനറിയാണ് പർച്ചേസ് ചെയ്തതെന്ന് തന്നിരിക്കുന്നത്. പക്ഷെ ആ മെഷീനറി വിറ്റപ്പോ 32,000 വില വരുന്ന മെഷീനറിയാണ് വിറ്റ് കളഞ്ഞിട്ടുള്ളത്. അപ്പൊ ബാലൻസ് അപ്പൊ എന്തുണ്ട്, ഈ 80,000 മെഷീനറി ഉണ്ട്, പക്ഷെ അതിന്റെ കൂടെ തന്നെ വേറൊരു മെഷീനറി കൂടി ഉണ്ട് അല്ലെ, 2 മെഷീനറി അതുണ്ടെന്ന് അതിന്റെ ഉള്ളിൽ ഉണ്ടെന്നാണ് അർത്ഥം. ടോട്ടലാണ് തന്നിരിക്കുന്നത്, 2 മെഷീനറി അതിലുണ്ടെന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മെഷീനറി 1 എന്ന് പറഞ്ഞിട്ട് 2 കോളം പ്രിപ്പയർ ചെയ്യണം. ഒന്ന് 48,000 ഒരു കോളം, ഇനി ഒന്ന് 32,000 ഒരു കോളമായിട്ട് പ്രിപ്പയർ ചെയ്യണം മെഷീനറി 1. മെഷീനറി 2 എന്താ സംഭവിച്ചത്, മെഷീനറി 2 ആണെന്നുണ്ടെങ്കിൽ അത് 40,000 ആണ്, 40,000 തന്നെയാണ്. 40,000 നമുക്ക് എന്ത് സംഭവിച്ചു, 40,000 12,000 അല്ലെ, 12,000 മെഷീനറിയാണ് വിറ്റിരിക്കുന്നത്. അപ്പൊ ആ മെഷീനറി 2 നമുക്ക് രണ്ടാക്കണം. എന്താണ്, ഒന്ന് 12,000 ഇനി ഒന്ന് 40,000 മൈനസ് 12,000 28,000 എന്ന് പറഞ്ഞ് അടുത്ത ഒരു മെഷീനറി. ഓക്കെ, അങ്ങനെ രണ്ടാക്കണം. അപ്പൊ ഫസ്റ്റ് മെഷീനറി രണ്ടാക്കി, സെക്കൻഡ് മെഷീനറി രണ്ടാക്കി. മൂന്നാമത്തെ എന്താണ്, മൂന്നാമത്തെ ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മളൊരു അഡീഷൻ മാത്രം 20,000 ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ടോട്ടൽ ഡിപ്രീസിയേഷൻ എടുക്കാം. ഓക്കെ, ഇനി ആ 40,000 32,000 നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്തു. ഇവിടെ എന്ത് 28,000 12,000 അത് ആ ഇയർ അനുസരിച്ച് ചെയ്താൽ മതി. നമുക്ക് എവിടെ നിന്ന് തുടങ്ങണ്ടേ, 1/1/2019 അതിന്റെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 80,000 ആണ് തന്നത്. പക്ഷെ നമുക്ക് പിന്നീട് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ മനസ്സിലായി അതിനെ രണ്ടാക്കണം, 48,000 32,000 എന്ന് പറഞ്ഞാൽ രണ്ടാക്കണമെന്ന് മനസ്സിലായി. ആ വർഷം എന്തെങ്കിലും വേറെ എക്സ്പെൻസ് ഉണ്ടായോ, ഇല്ല, ഒന്നും ഉണ്ടായില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ വർഷത്തിന്റെ ലാസ്റ്റ് ഡിസംബർ ആവാൻ നേരത്ത് നമ്മൾ ഡിപ്രീസിയേഷൻ 10% കൊടുക്കണം. അപ്പൊ 48,000 ഡിപ്രീസിയേഷൻ കൊടുക്കുക, 32,000 ഡിപ്രീസിയേഷൻ കൊടുക്കുക. എന്നിട്ട് ബാലൻസ് ഉള്ളത് എന്താണ്, അത് എന്താണ് WDV ക്ലോസിംഗ് ആയിട്ട് എഴുതുക. അതിന്റെ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ആയിട്ട് നമ്മൾ കാണിക്കുക. എന്താണ് WDV എന്ന് പറഞ്ഞാൽ 43 ഓപ്പണിംഗ് WDV 43,200 28,200 ഉണ്ട്. എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, അടുത്ത വർഷത്തെ എന്ത് സംഭവിച്ചു, അടുത്ത വർഷം 2 അഡീഷൻ ഉണ്ട് അല്ലെ, 2 മെഷീനറി വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ട്. അത് നമ്മളോട് 40,000 എന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്കത് എന്ത് മനസ്സിലായി, നമുക്ക് അതിനെ മെഷീനറി 2 ആയിട്ടാണെന്ന് മനസ്സിലായി. 28,000 ഉണ്ട്, 12,000 വിലയുള്ള മെഷീനറി കയ്യിലുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ മെഷീനറി 2 എന്ന് പറഞ്ഞിട്ട് 2 ആയിട്ട് കാണിക്കണം. ഓക്കെ, ആ മെഷീനറി 2 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മൾ 2 ആയിട്ട് മെഷീനറി കാണിക്കണം. ഇനി ആ വർഷം വേറെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ 43,200 10% കൊടുക്കുക, 20,800 10% കൊടുക്കുക. ഇത് വാങ്ങിച്ചിരിക്കുന്നത് ജൂലൈയിലാണ്. അപ്പൊ എന്താണ്, ജൂലൈ തുടങ്ങി ഡിസംബർ അല്ലേ, ഡിസംബർ വരെയുള്ള ഡിപ്രീസിയേഷൻ കണ്ടാൽ മതി. ഓക്കെ, ഇനി അടുത്തതാണ് അതിന്റെ ക്ലോസിംഗ് വരുന്നതാണ് എന്താ, അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ആയിട്ട് ഇടുന്നത്. ഓപ്പണിംഗ് എല്ലാത്തിനും കിട്ടി. ഓപ്പണിംഗ് കിട്ടി കഴിയുമ്പോൾ എന്താണ്, ഡിപ്രീസിയേഷൻ എന്താണ്, ഡിപ്രീസിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളോട് എന്താ പറയുന്നത്, മാർച്ചിൽ തന്നെ, ജാനുവരിയിൽ ഓപ്പണിംഗ് മാർച്ചിൽ തന്നെ ഈ 12,000 മെഷീനറി വിൽക്കുവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മാർച്ച് വരെയുള്ള ഡിപ്രീസിയേഷൻ കാണണം. മാർച്ച് വരെയുള്ള ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 285 ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാലൻസ് 11,115 വരും. ഓക്കെ, നമുക്ക് സെയിൽ വാല്യൂ എത്രയാണ്, 11,000 ഉള്ളൂ. അപ്പൊ 115 എന്നുള്ളതാണ് നമുക്ക് ലോസ് ആയിട്ട് മാറി അല്ലെ. 11,115 റുപ്പീസ് ബുക്ക് വാല്യൂ ഉള്ള ഒരു മെഷീനറി നമുക്ക് വിറ്റത് 11,000 അപ്പൊ എത്രയാണ് ലോസ് വന്ന്, 115 ലോസ് വന്നു. ഓക്കെ, അവിടെ ആ മെഷീനറി തീരുവാണ്. ഓക്കെ, ഇനി അടുത്ത ഡേറ്റ് നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്, അടുത്ത ഒരു മെഷീനറി വിൽക്കുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്, നമുക്ക് അടുത്ത മെഷീനറി വിൽക്കണം 32,000. ഫസ്റ്റ് മെഷീനറി വാങ്ങിച്ചത് 32,000 വാങ്ങിച്ച മെഷീനറി നമ്മൾ വിറ്റു കളയാണ്. എന്ന് വിൽക്കുവാണ്, ജൂണിൽ വിൽക്കുവാണ്. ജൂണിൽ വിൽക്കാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യണം, ജൂൺ വരെയുള്ള ഡിപ്രീസിയേഷൻ കാണും. ജൂൺ ലാസ്റ്റ് ആണ്, അപ്പൊ ജാനുവരി ഒടുങ്ങി ജൂൺ വരെയുള്ള ഡിപ്രീസിയേഷൻ കാണും. അതിനെ മൈനസ് ചെയ്യാൻ 24,624 ആണ് WDV എന്ന് മനസ്സിലായി. നമുക്ക് സെയിൽ ചെയ്തപ്പോൾ എത്ര വാല്യൂ കിട്ടി, 26,700 കിട്ടി. 24,000 ഉള്ളടത്ത് 26,000 കിട്ടി. അപ്പൊ നമുക്ക് എത്രയാണ് ഇതായിട്ട് വന്നത്, അതിന്റെ വാല്യൂ ആയിട്ട് വന്നത്, പ്രോഫിറ്റ് ആയിട്ട് വന്നത് ഓക്കെ. അപ്പോൾ നമുക്ക് 36 നമുക്ക് അപ്പോൾ ഡിപ്രീസിയേഷൻ വന്നു. അതുവരെയുള്ള ഡിപ്രീസിയേഷൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് WDV എടുത്തു. അതിന് സെയിൽ വാല്യൂ ഇത്ര 26,700 ആണ്. അങ്ങനെ നമുക്ക് പ്രോഫിറ്റും കിട്ടി. ഓക്കെ, പ്രോഫിറ്റ് ആണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ 2 മെഷീന്റെ കാര്യം പറഞ്ഞോ. ഇനി മൂന്നാമത് ആ സമയത്ത് എന്താ സംഭവിച്ചത്, മൂന്നാമത് നമ്മൾ ഒക്ടോബറിൽ പോയി 3rd മെഷീൻ ഒരെണ്ണം വാങ്ങിച്ചു. ഓക്കെ, 3rd മെഷീൻ ഒരെണ്ണം വാങ്ങിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേറെ ട്രാൻസാക്ഷൻ ഒന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്യാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇയർ അനുസരിച്ച് എഴുതി വെക്കണം.
ഓക്കെ 1/1/2019 എഴുതുക. എന്നിട്ട് ആ വർഷത്തിന്റെ അടിയിൽ എന്തെങ്കിലും ഇയർ വന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടോ നോക്കാം. വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഉടനെ എന്ത് ചെയ്യണം 31/12/2019 എന്ന് പറഞ്ഞ് എഴുതി വെക്കണം. അടുത്ത വർഷം തുടങ്ങണം 1/1/2020 എന്ന് പറഞ്ഞ് തുടങ്ങണം. എന്നിട്ട് അതിന്റെ ഇടയിലുള്ള വർഷത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കാം. എന്താണ് 17 പറയുന്നുണ്ട് അല്ലെ, 1720 പറയുന്നുണ്ട്, അത് എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ടൊന്നും പറയണ്ട. അപ്പൊ എന്ത് ചെയ്യണം 31/12/2020 എന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് 1/1/21 തുടങ്ങാം. 21 ഇയർ നമ്മൾ വെറുതെ വർക്കിംഗ് നോട്ടില്ലേ അവിടെ എഴുതി വെക്കുക. കാരണം നമ്മൾ ഇയർ ഒന്നും മാറിപ്പോകരുത്, ഇയർ നമ്മൾ വിട്ടുപോകരുത്. അല്ലെങ്കിൽ തിരിച്ചു വരാൻ നമ്മൾ എന്ത് ചെയ്യും, മിസ്റ്റേക്ക് വരുത്തിയിട്ട് തിരിച്ചു വരാൻ നമ്മൾ വെട്ടി കുറുക്കിക്കേണ്ടി വരും ആൻസർ ഷീറ്റിൽ. അപ്പൊ അത് ഇല്ലാതിരിക്കാനാണ് പറയണേ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു 1/1/2021 എഴുതുക. അതിന്റെ താഴത്ത് എന്തൊക്കെ ഇയർ വന്നിട്ടുണ്ട് നോക്കാം. മാർച്ചിൽ 1 വന്നിട്ടുണ്ട്, ജൂണിൽ വന്നിട്ടുണ്ട്, ഒക്ടോബറിൽ വന്നിട്ടുണ്ട്. ആ ഇയർ എഴുതി വെക്കാം. ഇയറും അതിൻ്റെ എന്താ സംഭവിച്ചതെന്നുള്ളത് റഫായിട്ട് എഴുതി വെക്കാം. എന്നിട്ട് നമ്മൾ ഈ വരച്ച് ഇങ്ങനെ ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മിസ്റ്റേക്കും വരാതെ, ഒരു വെട്ടലോ തിരുത്തലോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ആ പ്രോപ്പർ ഓർഡറിൽ തന്നെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ഒക്ടോബർ കഴിഞ്ഞ് നമുക്കൊന്നും സംഭവിച്ചില്ല. അപ്പൊ എന്ത് ചെയ്യണം, December 21 കൊണ്ട് നമുക്ക് എല്ലാത്തിന്റെയും ഡിപ്രിസിയേഷൻ കാണാം. ഈ വിറ്റ ഇതിനൊന്നും ഡിപ്രിസിയേഷൻ പിന്നെ വരില്ല, അവിടെ വെച്ച് നിന്നു അല്ലെ. അത് ബാലൻസ് ഉള്ളതിന് മാത്രം 10% വെച്ച് ഡിപ്രിസിയേഷൻ ആണ്. ഇതെന്താണ് ഒക്ടോബറിലെ വാങ്ങിച്ചു, ഒക്ടോബറിൽ ഡിസംബർ വരേക്കും എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഒക്ടോബർ നവംബർ ഡിസംബർ 3 മാസത്തെ ഡിപ്രിസിയേഷൻ കണ്ടാൽ മതി, അത് കാണും. ഓക്കെ, ബാലൻസ് ഉള്ളത് അടുത്ത വർഷത്തേക്ക് നല്ലപോലെ ഇട്ട് വെക്കാം. ഓക്കെ, ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ചെയ്യുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ നോക്കാനുള്ളൂ. ഒന്ന് എന്താണ്, ഒന്നാമത്തെ കാര്യം എന്താണ്, നമ്മൾ ഏതൊക്കെ വർഷത്തിൽ ഏതൊക്കെ മെഷീനറി ആണെന്നുള്ളത് തിരിച്ചു തന്നിട്ടുണ്ട്. ആ മെഷീനറിയുടെ അതേപോലെ തിരിച്ചെടുക്കുക. വിൽക്കുമ്പോഴേ നമുക്ക് അറിയുള്ളൂ ഈ ഫസ്റ്റ് മെഷീനറിയിൽ 80,000 എന്നുള്ളതിൽ 2 പാർട്ട് ഉണ്ടെന്നുള്ളത് നമുക്ക് വിൽക്കുമ്പോഴേ അറിയുള്ളൂ. വിൽക്കണത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തിരിക്കേണ്ടി വന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ തിരിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇയറിന്റെ ഓർഡറിൽ നമ്മൾ റഫായിട്ടൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് വേണം സ്റ്റേറ്റ്മെന്റ് ചെയ്യാനായിട്ട് ഇരിക്കാനായിട്ട്. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് ആണോ ചെയ്യാൻ പറയുന്നതല്ല. നമ്മളടുത്ത് പറയുന്നത് മെഷീനറി അക്കൗണ്ട് ഇടാനാണ് പറയുന്നത്. മെഷീനറി അക്കൗണ്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ചെയ്തിരിക്കുന്നത്. ഓക്കെ, മെഷീനറി അക്കൗണ്ട് ഇടാൻ നേരത്തേക്ക് നമ്മൾ ആദ്യം വാങ്ങിച്ചു, ടു ബാങ്ക് വാങ്ങിച്ചു എന്ന് പറഞ്ഞു 80,000 വാങ്ങിച്ചു. ആ വർഷം ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് എടുത്തെഴുതുക. അതിൽ കണ്ടിരിക്കുന്ന ഡിപ്രീസിയേഷൻ, ആ ഡിപ്രീസിയേഷന്റെ ടോട്ടൽ നമുക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആ ഡിപ്രീസിയേഷന്റെ ടോട്ടൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ഓരോ വർഷത്തെയും ഓരോ ഡിസംബറിൽ നമ്മൾ കണ്ടത് ഇതേപോലെ ടോട്ടൽ എഴുതിയിട്ടുണ്ടാവും. ആ ടോട്ടൽ അനുസരിച്ച് നമുക്ക് ഓരോ വർഷത്തെ ടോട്ടൽ എഴുതുക, ബാലൻസ് എഴുതുക, ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും ബ്രോഡ് ഡൗൺ ചെയ്തിട്ട് അതിലേക്ക് അഡീഷൻ ഉണ്ടെങ്കിൽ അത് എഴുതുക. പിന്നെ വീണ്ടും ഡിപ്രീസിയേഷൻ എഴുതുക, പിന്നെ ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യുക, തിരിച്ചും അതിന്റെ അടുത്ത വർഷത്തേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുക. പിന്നെ അവിടെ സെയിൽ നടക്കുന്നുണ്ട്. സെയിൽ നടക്കാൻ നേരത്തേക്കും ആ ഇതിൽ എന്ത് കാണിച്ചു, സ്റ്റേറ്റ്മെന്റിൽ എന്ത് കാണിച്ചു അതൊക്കെ തന്നെ ഡിപ്രീസിയേഷനും ലോസ് ഓൺ സെയിലെന്നും, പ്രോഫിറ്റ് ആണെങ്കിൽ ഈ വശത്തും ലോസ് ആണെങ്കിൽ ഈ വശത്തും ഒക്കെ ആണെങ്കിൽ സെയിൽ വാല്യൂ എന്നുള്ളത് ബാങ്ക് ആയിട്ട് കൊടുക്കുക. പിന്നെ ആ ഡിപ്രീസിയേഷൻ ലാസ്റ്റ് വന്ന ഡിപ്രീസിയേഷൻ എല്ലാം കൂടി ചേർത്ത് ആ ടോട്ടൽ ചെയ്ത് എഴുതാം. ഇതാണ് മെഷീനറി അക്കൗണ്ട് എന്നുള്ളത്. നിങ്ങൾ ഒരു പ്രാവശ്യം അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പക്ഷെ നമുക്ക് അത് എന്ത് ചെയ്യണം, നമുക്ക് ഇത് പ്രാക്ടീസ് വേണം. നമുക്ക് ആ കറക്റ്റ് ടൈമിനുള്ളിൽ ചെയ്യാൻ പറ്റണം. നമുക്ക് അവിടെ കൺഫ്യൂഷൻസ് ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 2-3 പ്രാവശ്യം ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇല്ലുസ്ട്രേഷൻ 30. ഇല്ലുസ്ട്രേഷൻ 30 എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇല്ലുസ്ട്രേഷൻ 30 ഇത്ര വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. എന്താ പറയുന്നത്, എസ്സാൻകോ പർച്ചേസ്ഡ് മെഷീൻ ഫോർ 1 lakh on 1/1/2019. Another machine costing 1,50,000 was purchased on 1/7/2022. അപ്പോൾ 1/1/2019 ഒരു മെഷീൻ 1 lakh വിലയുള്ള മെഷീൻ വാങ്ങിച്ചു. അടുത്ത വർഷം 1/7/2022 വന്നിട്ട് എന്തായിരുന്നു, അടുത്ത മെഷീനും 1,50,000 വിലയുള്ള മെഷീൻ വാങ്ങിച്ചു. 31/12/2021 അതിന്റെ അടുത്ത വർഷം നമ്മൾ എന്ത് ചെയ്തു, മെഷീൻ പർച്ചേസ്ഡ് 1/1/2022 ആദ്യം മേടിച്ച മെഷീനില്ലേ അത് 50,000 വിറ്റു. 1 lakh മേടിച്ച മെഷീൻ മൂന്നാമത്തെ വർഷം എന്ത് ചെയ്തു, നമ്മൾ പോയി 50,000 വിറ്റു. ഓക്കെ, കമ്പനി പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ 50%. SLM മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കമ്പനി ക്ലോസ് ഇറ്റ്സ് അക്കൗണ്ട്സ് ഓൺ 31 ഡിസംബറിൽ എല്ലാ വർഷവും ക്ലോസ് ചെയ്യും. നമ്മളുടെ മെഷീനറി ഡിസ്പോസൽ, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, ഈ 3 അക്കൗണ്ട് ഇടാൻ പറയുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് മെഷീനറി അക്കൗണ്ട് ഇടണം. ഫസ്റ്റ് മെഷീനറി അക്കൗണ്ട് ഇടാൻ നമ്മൾ പഠിച്ചില്ലേ, എന്താണ് ഈ 1/1/2019 ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഈ 1 lakh കാണിക്കാം. ഓക്കെ, ആ വർഷം പ്രത്യേകിച്ച് എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടായോ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് അങ്ങനെ തന്നെ എടുത്ത് എന്ത് ചെയ്യണം,
ഇവിടെ മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ട് എന്ന് പറയുന്ന നേരത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ വേറെ ഒന്നും കാണിക്കില്ല. മെഷീനറി എന്താണോ വാല്യൂ ആ വാല്യൂ മാത്രമേ ഇവിടെ കാണിക്കുള്ളൂ, മെഷീനറിയുടെ അക്കൗണ്ടിൽ കാണിക്കുള്ളൂ. മെഷീനറി ഡിസ്പോസലിലേക്ക് ആയിരിക്കുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ എടുത്തിട്ട് പോയി കാണിക്കണം. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യും, നമുക്ക് 1/1/2019 വാങ്ങിച്ചതാണ്. ഓക്കെ, 31 ഡിസംബർ വന്നപ്പോഴും ആ വാല്യൂ തന്നെ ഇട്ടേക്കണേ. പക്ഷെ 31 ഡിസംബറിൽ നമുക്ക് എന്ത് ഇടണം നമുക്കറിയാം, ഡിപ്രീസിയേഷൻ ഇടണമെന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഡിപ്രീസിയേഷൻ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ കൊണ്ടുവന്ന് ഇടും. ഓക്കെ, ഡിപ്രീസിയേഷൻ കൊണ്ടുവന്നിടും. എന്നിട്ട് എന്ത് ചെയ്യും, അതായത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. ഓക്കെ, അവിടെ നിന്ന് കിട്ടുന്നത് എന്ത് ചെയ്യും, ആ 15,000 ഇവിടെ കാണിക്കും. അതെന്ത് ചെയ്യും, 41,000. അപ്പൊ നമുക്ക് ഈ രണ്ട് അക്കൗണ്ട് നിങ്ങൾ ഒരുമിച്ച് വരക്കണം. ഈ രണ്ട് അക്കൗണ്ട് നിങ്ങൾ ഒരുമിച്ച് വരക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. രണ്ട് അക്കൗണ്ട് നിങ്ങൾ ഒരുമിച്ച് വരച്ചാൽ മാത്രമേ നിങ്ങൾക്കത് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മെഷീനറി അക്കൗണ്ടും പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും ഒരുമിച്ച് വരക്കാം. എന്താണ് നമുക്ക് എന്താണ് മെഷീനറി അക്കൗണ്ടിൽ ബാലൻസ് കാണിക്കുക, ബാലൻസ് ടു ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കുക, എന്നിട്ട് ഡിപ്രീസിയേഷൻ എടുത്ത് ഇപ്പുറത്ത് ഇടുക. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ കാണിക്കുക. ഡിപ്രീസിയേഷൻ കാണിച്ചിട്ട് എന്ത് ചെയ്യണം, അതിന്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിന് ബാലൻസ് ചെയ്യുക. എന്നിട്ട് ടു ബാലൻസ് ഇവിടെ ഇടുക. ഓക്കെ, അതിന്റെ അടുത്ത വർഷം നമുക്ക് എന്ത് സംഭവിച്ചു, അതിന്റെ അടുത്ത വർഷം ജൂലൈയിൽ നമുക്ക് ഒരു അഡീഷൻ വന്നിട്ടുണ്ട്. അഡീഷൻ കൂടി ചേർത്ത് ക്ലോസ് ചെയ്തിടുക. അതിന്റെ അടുത്ത വർഷം എന്ത് സംഭവിച്ചു, നമുക്ക് സെയിൽ കിടന്നിട്ടുണ്ട് അല്ലെ. സെയിൽ കിടക്കാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും, മെഷീനറി ഡിസ്പോസൽ എന്ന് പറഞ്ഞ ടെമ്പററി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു പറഞ്ഞു അല്ലെ. ആ 1 lakhന്റെ മെഷീനറി, ഈ 1 lakhന്റെ മെഷീനാണ് 50,000 വിറ്റത്. അപ്പൊ ആ 1 lakh എന്നുള്ളത് അങ്ങനെ മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് പോകും. അപ്പൊ ഇവിടെ എത്രയുള്ളൂ, 1 lakh 2 lakh 50 അടുത്തോട്ട് 1 lakh മെഷീനറി ഡിസ്പോസൽ അത് വിറ്റില്ലേ. ബാലൻസ് എത്ര വരുള്ളൂ, 1,50,000 ഇനി തുടങ്ങി മെഷീനറി അക്കൗണ്ടിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പ്രൊവിഷൻ ഇട്ടു, ഡിപ്രീസിയേഷൻ ഇട്ടു. ഡിപ്രീസിയേഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോ വർഷം ഇട്ട് കഴിഞ്ഞിട്ട് ഈ 15,000 എന്ത് ചെയ്തു, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ആ വർഷം അഡീഷനും കൂടി കൂട്ടിയുള്ള ഡിപ്രീസിയേഷൻ ഇട്ടു. ബാലൻസ് ഉണ്ടായിരുന്നു, ആ ബാലൻസ് എടുത്ത് അടുത്ത വർഷത്തേക്ക് 3ാമത്തെ വർഷത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അവിടെ എന്ത് ചെയ്തു, അവിടെ നമുക്ക് ഒരു സെയിൽ വന്നു. സെയിൽ വരാൻ നേരത്ത് ഫസ്റ്റ് മെഷീനറിയാണ് സെയിൽ വന്നത് അല്ലെ. ഫസ്റ്റ് മെഷീനറി 1 lakhന്റെ മെഷീനറി സെയിൽ ചെയ്തു. 1 lakhന്റെ മെഷീനറി 2019 വാങ്ങിച്ചിട്ട് 21 സെയിൽ ആവുന്നത്. അപ്പൊ 19-20 2 വർഷത്തെ ഡിപ്രീസിയേഷൻ ഉണ്ട്. 3ാമത്തെ വർഷം ലാസ്റ്റ് ആണ് സെയിൽ ആവുന്നത്. അപ്പൊ 3 വർഷത്തെ ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ 15,000 ഇവിടെ ഒരു ഡിപ്രീസിയേഷൻ ഇട്ടിട്ടുണ്ട് ആ മെഷീനറിക്ക്, ഇവിടെ ഒരു ഡിപ്രീസിയേഷൻ ആ മെഷീനറിക്ക് ഇട്ടിട്ടുണ്ട്. ആ രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യണം, മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് 30,000 എന്ന് പറഞ്ഞ് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഇനി അപ്പൊ എന്താണ് ഇവിടെ നിന്ന് വന്ന 41,250 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് വന്ന 41,250 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ടിലുള്ള ഇതും കിട്ടി, 30,000 നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത എന്താ ചെയ്യണം, നമുക്ക് ഈ സാധാരണ ഇതിന് അഡീഷൻ വാങ്ങിച്ചില്ലേ 1,50,000 അതിനുള്ള മെഷീനറിക്കുള്ള എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ കാണണം. ആ ഡിപ്രീസിയേഷൻ എത്രയാണ്, ആ ഡിപ്രീസിയേഷൻ 22,500 ഇടണം. ആ 22,500 ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് അപ്പൊ എത്രയാണെന്നുള്ളത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടണമാണ് 33,750 എന്നുള്ള ബാലൻസ്. അതിന്റെ അടുത്ത വർഷത്തേക്ക് 33,750 പോകണം. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ഡിപ്രീസിയേഷനും ഉണ്ട്, അതിന്റെ വാല്യൂ മെഷീനറി അക്കൗണ്ടിലുള്ള വാല്യൂ ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അല്ലെ. അത് നമ്മൾ എന്ത് ചെയ്യണം, മെഷീനറി അക്കൗണ്ടിൽ നിന്നുള്ള 1 lakh വന്നിട്ടുണ്ട്. ഈ ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലുള്ള 30,000 ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് 1 lakh ഡെബിറ്റ് വന്നിട്ടുണ്ട്, 30,000 ക്രെഡിറ്റ് വന്നിട്ടുണ്ട് അല്ലെ. ഇനി ഈ വർഷത്തെ, അത് കഴിഞ്ഞ 2 വർഷത്തെ മാത്രമേ ഇട്ടുള്ളൂ. ഈ വിൽക്കണ വർഷം ഒന്നാണ്, വിൽക്കണ വർഷം 21 ലാസ്റ്റ് ആണ് മെഷീനറി വിൽക്കണത് അല്ലെ. അപ്പൊ ആ വർഷത്തെ വിൽക്കണ വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ കൊണ്ട് പ്രൊവിഷനിൽ ഇടില്ല, നമ്മൾ ഇതിലോട്ട് ഇടുള്ളൂ. വിൽക്കണ അക്കൗണ്ട് ടെമ്പററി അക്കൗണ്ടിൽ അതിൽ ഇടുള്ളൂ. മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇടുള്ളൂ. അതിലേക്ക് എത്ര കാണിക്കും, 15,000 കാണിക്കും. ഓക്കെ, എന്നിട്ട് സെയിൽ വാല്യൂ എത്രയാണ്, സെയിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 50,000 ആണ്. അപ്പൊ 1 lakh ഉണ്ടായിരുന്ന മെഷീന് എത്ര, 45,000 കഴിഞ്ഞ്. അപ്പൊ 45,000 കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 55,000 ആണ് അതിന്റെ വാല്യൂ ഇപ്പൊ നിൽക്കുന്നത്. 55,000 നിൽക്കണോടത്ത് നമുക്ക് എത്രയൊക്കെയാണ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയത്, 50,000 സെയിൽ ചെയ്യാൻ പറ്റിയത്. അപ്പൊ 5,000 എന്ന് പറഞ്ഞാൽ എന്താണ്, 5,000 എന്നത് ലോസ് ഓൺ സെയിൽ ആണ്. ഓക്കെ, ലോസ് ഓൺ സെയിൽ ആണ് 5,000 എന്ന് പറയുന്നത്.
ഓക്കെ. ആ മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. മെഷീനറി ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ ടെമ്പററി അക്കൗണ്ടാണ്. ടെമ്പററി അക്കൗണ്ട് ആ വിൽക്കണ വർഷം മാത്രമേ കാണിക്കുള്ളൂ. ആ വിൽക്കണ വർഷത്തെ ഡിപ്രീസിയേഷൻ ഒരിക്കലും പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനിലേക്ക് ഇടില്ല. അത് ഇടുന്നത് മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ടിലേക്കാണ്. മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ട് വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മെഷീനറി അക്കൗണ്ട് അതിൽ ഡിപ്രീസിയേഷൻ കാണിക്കരുത്. നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് ഡിപ്രീസിയേഷൻ കാണിക്കുക. ഡിപ്രീസിയേഷൻ കാണിച്ചിട്ട് ആ വിൽക്കണ വർഷത്തെ ഡിപ്രീസിയേഷൻ മാത്രം മെഷീനറി ഡിസ്പോസലിലേക്ക് എടുക്കുക. ബാക്കിയുള്ള എല്ലാം പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനിൽ ആ മെഷീനറിക്ക് എത്രയൊക്കെ ഡിപ്രീസിയേഷൻ അതിന് മുന്നേ ഇട്ടിട്ടുണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. 30,000 എന്നുള്ളത്. ഓക്കെ. മെഷീനറി ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആ മെഷീനറി എന്ത് ചെയ്യണം? പിന്നെ ബാങ്കിന്റെ വാല്യൂ എത്രയാണ് സെയിൽ വാല്യൂ അത് ചെയ്യുക. അങ്ങനെ ലോസ് എന്ന് പറഞ്ഞ് എഴുതാം. ലോസ് എത്ര, ബാലൻസ് എത്രയാണോ ഉള്ളത് അതിന് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ നോക്കി ലോസ് എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ. ഇത് ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഈസി ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെയാണ് നമുക്ക് ഒരു മിനിറ്റ് ഡിപ്രീസിയേഷൻ നോട്ടൊക്കെ എഴുതുക. എന്ത് പ്രോബ്ലം ചെയ്താലും ഏതിൻ്റെ ചെയ്താലും നമ്മൾ പ്രോപ്പറായിട്ടുള്ള നോട്ട് എഴുതി വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ എൻട്രീസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. നമുക്കിപ്പോൾ ഈ പറഞ്ഞത് വെച്ച് തന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എൻട്രി എടുക്കാവുന്നതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി ഇല്ലുസ്ട്രേഷൻ 14 എന്നുള്ളത് എന്താണ്? നമുക്ക് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഇല്ല. ജസ്റ്റ് ഒരു മെഷീനറി അക്കൗണ്ട് വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ നോക്കാം. എന്താണ്? ഓൺ 1st April 2019 സോം ലിമിറ്റഡ് പർച്ചേസ് മെഷീനറി 66,000 ആൻഡ് സ്പെൻഡ് 55,000 ആൻഡ് ഫോർവേഡിങ് ചാർജസ് 7,000, ഇമ്പോർട്ട് ഡ്യൂട്ടി 1,000, ഫോർ ക്യാരേജ് അതിന് വേണ്ടിയിട്ട് 1,000 ആയി, ആൻഡ് ഇൻസ്റ്റലേഷൻ വേണ്ടി 500 ആയി, ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ 500 ഫോർ ആൻ അയൺ പാഡിന് വേണ്ടിയിട്ട്. ഇറ്റ് വാസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ദ മെഷീനറി വിൽ ഹാവ് സ്ക്രാപ്പ് വാല്യൂ 5,000 ഉണ്ടാവും അറ്റ് എൻഡ് ഓഫ് യൂസ്ഫുൾ ലൈഫ് ഓഫ് വിച്ച് ഈസ് 15 years കഴിയുമ്പോൾ അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ 5,000 വരുമെന്ന്. ഈ 66,000 വാങ്ങിച്ച മെഷീനറി. പിന്നെ ഇതിന് നമുക്ക് ഇൻസ്റ്റലേഷൻ വരെയുള്ള എക്സ്പെൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ എക്സ്പെൻസ് ഒക്കെ നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യണം. ആ മെഷീനറിയുടെ കൂടെ ആഡ് ചെയ്യേണ്ട എക്സ്പെൻസ് ആണ്. അതും മെഷീനറിയുടെ എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇൻസ്റ്റലേഷൻ വരെയുള്ള എക്സ്പെൻസ് നമുക്ക് മെഷീനറിയുടെ എക്സ്പെൻസ് ആയിട്ട് എടുക്കാം. ഇനി എന്താണ്? അതിൽ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ 5,000 ഉണ്ട്. അതിന്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ 15 വർഷം കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് 2020 എന്താ റിപ്പേഴ്സ് വന്നിട്ടുണ്ട് 3,000 എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് ഇവിടെ കാണിക്കേണ്ട കാര്യമില്ല അല്ലെ. റിപ്പേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? മെഷീനറി വിറ്റത് എന്നാണ് സെയിൽ ചെയ്തത് 50,000 ആണ്. എന്നാണ് വിറ്റത്? 1st October 2021 അല്ല, 19 വാങ്ങിച്ച് 2021 വന്ന് അത് മെഷീനറി വിറ്റേക്കണം. അപ്പൊ മെഷീനറി അക്കൗണ്ട് ഇടാൻ പറയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? ടു ബാങ്ക് 66,000 പ്ലസ് ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 14,000 കിട്ടും. അങ്ങനെ 80,000 വാങ്ങിച്ചു. ഇനി അതിന് ഡിപ്രീസിയേഷൻ വേറെ ഒന്നും പറയാത്തോണ്ട് മെഷീനറി അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ ഇടാം. ഡിപ്രീസിയേഷൻ എത്ര പെർസെന്റേജ് ആണെന്ന് പറഞ്ഞിരിക്കണേ? ഡിപ്രീസിയേഷൻ ഇവിടെ പെർസെന്റേജ് തന്നിട്ടില്ല അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ കാണും ഡിപ്രീസിയേഷൻ? എങ്ങനെ കാണണം ഡിപ്രീസിയേഷൻ? അതിന്റെ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്. ഓക്കെ. 80,000 ഈ ടോട്ടൽ കോസ്റ്റിലെ 80,000 മൈനസ് എന്താണ് തന്നിരിക്കുന്നത്? നമുക്ക് സ്ക്രാപ്പ് വാല്യൂ വന്നിട്ടുണ്ട്. സ്ക്രാപ്പ് വാല്യൂ എത്രയാണ്? 5,000 വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ക്രാപ്പ് വാല്യൂ 5,000 വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 80,000 മൈനസ് 5,000 ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂസ്ഫുൾ ലൈഫ് എത്രയാണ്? 15 years. അപ്പൊ 80,000 മൈനസ് 5,000 ഡിവൈഡഡ് ബൈ 15,000 എത്ര കിട്ടും? 5,000. അതാണ് നമ്മൾ എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ. ഡിപ്രീസിയേഷൻ ആയിട്ട് എടുക്കേണ്ടത് അത് എല്ലാ വർഷവും അത് തന്നെ എടുക്കേണ്ടത്. പിന്നെ എന്താണ്? അപ്പൊ ബാലൻസ് 75,000 കിട്ടും. ആ 75,000 എടുക്കുക. അടുത്ത വർഷം ഡിപ്രീസിയേഷൻ കാണുക. ബാലൻസ് 70,000 വരും. 70,000 എടുക്കുക. അതിന്റെ അടുത്ത വർഷം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ മെഷീനറി വിറ്റിട്ടുണ്ട്. എത്രയും വിറ്റു? 50,000. എന്നാ വിറ്റത്? ഒക്ടോബറിൽ വിറ്റു. അപ്പൊ അതുവരെയുള്ള ഡിപ്രീസിയേഷൻ എടുക്കാം. ഓക്കെ. അതുവരെയുള്ള ഡിപ്രീസിയേഷൻ എടുക്കാം. 2,500 കിട്ടി. അപ്പൊ എന്നിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കി. ഇവിടെ ലോസ് തന്നെയാണ് വന്നേക്കുന്നത്. എത്രയും 17,500. പ്രോഫിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡ് വന്നേനെ. ഇപ്പൊ ഇവിടെ ലോസ് ആയതുകൊണ്ട് 17,500 ലോസ് എഴുതി അങ്ങനെ അത് ക്ലോസ് ചെയ്യാം. ഓക്കെ. മെഷീനറി അക്കൗണ്ടൊക്കെ വരക്കാനായിട്ട് നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കണം. നല്ലതാണ്. ഇൻ കേസ് ചോദിച്ചാൽ നമുക്ക് എഴുതാം. ഓക്കെ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതിനൊക്കെ ചോദ്യം ചോദിക്കുന്നതെന്ന് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മളെല്ലാം ഒന്ന് പഠിച്ചിട്ടോ. ഇതൊക്കെ സിമ്പിളാണ്. നമുക്ക് ഒന്നും നോക്കിയിട്ടെങ്കിൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. ഇനി അടുത്തത് ഇല്ലുസ്ട്രേഷൻ 15. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? എന്താണ്?
അതിൽ RAM ലിമിറ്റഡ് ഡിപ്രീസിയേഷൻ RAM ലിമിറ്റഡ് ഡിപ്രീസിയേറ്റ് മെഷർ 10%, ഡിമിനിഷിംഗ് ബാലൻസ് WDV മെത്തേഡാണ്. 1st January 2022 ഒരു 9,72,000 ഉണ്ടായിരുന്നു ഡെബിറ്റ് ഓഫ് മെഷീനറി അക്കൗണ്ടിൽ. ഡ്യൂറിങ് 2013 മെഷീനറി പർച്ചേസ് ചെയ്തതാണ്. 2022 അത് അതിന്റെ ബാലൻസ്, അതായത് WDV ആണ് കൊടുത്തിരിക്കുന്നത്. അത് പർച്ചേസ് ചെയ്തതെന്നായിരിക്കാം 2013 അല്ല. During the year 2013, machinery purchased on 1st January 2020. Okay, 2020 വാങ്ങിച്ച് സോൾഡ് ചെയ്തു 45,000. ഇതിൽ ഇയർ കുറച്ച് കൺഫ്യൂസിങ് ആണ് തോന്നുന്നല്ലേ. ശരി, ഞാൻ അതിൻ്റെ ഇയർ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഞാനത് ചെയ്ത് തനിയൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഇയർ കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഞാൻ ഇയർ അത് എവിടെയോ അത് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഞാനത് തനി വീഡിയോ ആയിട്ട് ഇട്ടേക്കാം. ഓക്കെ, ഇത് ഇത്തിരി വർക്കിംഗ് ഉള്ളതാണ്. നിങ്ങൾ ആ വർക്കിംഗ് ഒന്ന് പഠിച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ടൊന്ന് വർക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഞാനത് ഇട്ടേക്കാം എന്തായാലും. തനിയാ വർക്കിങ്ങും എല്ലാം കൂടി എടുത്തിട്ട് തനിയാ ഞാൻ വീഡിയോ ആയിട്ട് വർക്ക് ചെയ്ത് ഇട്ടേക്കാം. ആ പ്രോബ്ലം എന്തായാലും ചെയ്ത് പഠിക്കേണ്ട പ്രോബ്ലമാണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തിട്ടേക്കാന്ന് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, ഡിപ്രീസിയേഷൻ ചേഞ്ച് ചെയ്യണ മെത്തേഡാണ്. ശരി, ഇത് രണ്ടും കൂടി ഞാനത് ഇട്ടേക്കാം. ഓക്കെ, ആ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം സിമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഞാനത് ഇട്ടേക്കാം. രണ്ട് പ്രോബ്ലം കൂടി ഞാൻ തിരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്ത് തനിയെ ഈ വർക്കിംഗ് വേണ്ട, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വർക്ക് ചെയ്ത് തന്നെ ചെയ്ത് കാണിക്കാം. അതായിരിക്കും ഇത്തിരി കൂടി നിങ്ങൾക്ക് എളുപ്പം. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ചെയ്ത് പഠിക്കുക. ഈ രണ്ട് പ്രോബ്ലം മാത്രം ഞാൻ ചെയ്തിട്ടേക്കാം.